അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഗർഭപാത്ര മുഴകളെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് ഈ ഇതിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയുന്ന പോലെ ഈ ഫൈബ്രോയിഡ് അഥവാ ഗർഭപാത്ര മുഴകൾ എന്ന് വെച്ചാൽ ചെറിയ കടുമണി മുതൽ ഒരു ഫുട്ബോൾ അഥവാ അതിനുപരിയായിട്ട് വലിപ്പം കൂടുന്ന സാധ്യതയുള്ള മുഴകളാണ്. അപ്പോൾ ഇത് ഗർഭപാത്രത്തിൻ്റെ പുറത്ത്, അതായത് സബ്സ്യൂരസ് ഫൈബ്രോയിഡ് എന്ന് പറയും, പേശികളുടെ അകത്ത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും, പിന്നെ കാവിറ്റീൻ്റെ അകത്ത് അതാണ് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. ഈ 3 ടൈപ്പാണ് ഫൈബ്രോയിഡ്സ് ഉള്ളത്. അപ്പോൾ ഇത് ഗർഭപാത്രത്തിൻ്റെ മുകളിൽ ഫണ്ടൽ ഫൈബ്രോയിഡ് എന്ന് പറയും, ഗർഭപാത്രത്തിൻ്റെ വായ്ക്കുള്ളത് സെർവൈക്കൽ ഫൈബ്രോയിഡ് എന്ന് പറയും. 2 സൈഡിലും വരുന്ന ഈ ഫൈബ്രോയിഡ് എന്നാണ് നമ്മൾ ബ്രോഡ് ലിഗ്മെൻറ്റ് ഫൈബ്രോയിഡ് എന്ന് പറയാം. ഇതിന് എന്തൊക്കെയാണ് ചികിത്സാ മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ചെറിയ മുഴകൾ, അതായത് ഇപ്പം 1 സെൻറ്റിമീറ്റർ താഴെ 2 സെൻറ്റിമീറ്ററുള്ള താഴെ മുഴകളാണെങ്കിൽ നമ്മളതിന് ജസ്റ്റ് ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് നോക്കുക. അതായത് ടൈം ടു ടൈം സ്കാൻ ചെയ്ത് നോക്കി ഇത് വലിപ്പം കൂടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കും. കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളും ഡയറ്റ് കൺട്രോളും അതുപോലെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. വലിപ്പം കുറച്ചുകൂടെ കൂടിയ മുഴകളാണെങ്കിൽ നമ്മൾ 3 സെൻറ്റിമീറ്റേഴ്സ് 4 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളതിന് ടാബ്ലറ്റ്സ് ഡ്രഗ്സ് കൊടുത്തിട്ട് അത് ഈ ചുരുക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുക. അതിന് വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് ഒരു 3 മന്ത്സിലേക്ക് കഴിച്ചിട്ട് ഈ മുഴകൾ ചുരുങ്ങുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുക. 3 മാസത്തേക്ക് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പീരിയഡ്സ് വരാതിരിക്കുന്നതാണ്, അതോടെ ഈ മുഴ ചുരുങ്ങുന്നതാണ്. ഈ ചുരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫർദർ ഇനി 6 മാസം തൊട്ട് വീണ്ടും അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് വരാൻ പറയുന്നതാണ്. പിന്നെ അതല്ലാണ്ട് ഇഞ്ചക്ഷൻസ്, അതേപോലെ ഇഞ്ചക്ഷൻസും പിന്നെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉണ്ട്, മിറേന എന്ന് പറഞ്ഞിട്ട്, ഈ കാര്യങ്ങളൊക്കെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ്. പിന്നെ വരുന്ന മാർഗ്ഗങ്ങളാണ് നമുക്ക് ഈ ഇൻട്രവെൻഷണൽ മെത്തഡ്സ് എന്ന് വെച്ചാൽ, അതായത് ഈ ഗർഭപാത്ര മുഴ ചുരുങ്ങാൻ വേണ്ടിയിട്ട് ബ്ലഡ് വെസൽസിൽ കൂടെ ഒരു കാത്തറ്റർ പാസ് ചെയ്തിട്ട് ഈ മുഴക്ക് ഉണ്ടാകുന്ന ഈ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്നതാണ്. അതായത് യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ എന്ന് പറയും. അതേപോലെ MRI യൂസ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി വേവ് അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് അതിനെ എബ്ലേറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ്. പിന്നെ ഉള്ളത് നമുക്ക് അവൈലബിൾ ഉള്ള മാർഗ്ഗങ്ങളാണ് സർജിക്കൽ മോഡ്സ്. സർജിക്കൽ മോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പേഷ്യൻറ്റിൻ്റെ പ്രായം, പേഷ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പ്രസവിക്കാതിരിക്കുന്ന യങ് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും അവരെ യൂട്രസ് ഒന്ന് സേവ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മയോമെക്ടമി എന്നുള്ള പ്രൊസീജിയറാണ് ചെയ്യുന്നത്. മയോമെക്ടമി എന്ന് വെച്ചാൽ ഈ മുഴ മാത്രം എടുത്തിട്ട് യൂട്രസ് സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനുള്ള മാർഗ്ഗങ്ങൾ എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ, ഒന്ന് ഓപ്പൺ സർജറി വെച്ചാൽ വയറ് തുറന്നിട്ട് പഴയ മെത്തഡാണ് ഗർഭപാത്രത്തിലെ മുകളിലുള്ള മുഴകൾ നമ്മൾ എടുത്ത് മാറ്റുന്നതാണ്. അതേപോലെ ഇതിന് വേറെ അവൈലബിൾ മാർഗ്ഗം എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിക്കാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മുഴ മുതൽ വലിയ എത്ര വലിപ്പമുള്ള മുഴയാണെങ്കിലും നമ്മൾ ഈ ലാപ്രോസ്കോപ്പിൽ കൂടെ എടുത്തിട്ട് അത് ചെറിയ പീസാക്കി നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ചെറിയ 2-3 സ്കാരനെ ഉണ്ടാവുള്ളൂ. ഇത്ര വലിപ്പമുള്ള മുഴകളാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഉള്ള ചികിത്സാ മാർഗ്ഗം എന്ന് വെച്ചാൽ ഹിസ്റ്റക്ടമി എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ, ഇപ്പം പേഷ്യൻറ്റിൻ്റെ പ്രസവമെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഗർഭപാത്രം ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഗർഭപാത്രം നമ്മൾ ഈ മുഴയോട് കൂടെ നമ്മൾ ഹിസ്റ്റക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റും, ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റും. ലാപ്രോസ്കോപ്പി ചെറിയൊരു ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയും. 3-4 കുഴലിട്ട് ഇത് ഈ ഇത്രയും വലിപ്പമുള്ള ഗർഭപാത്രം നമ്മൾ മുകളിൽ കൂടെ എടുത്ത് കളയുന്നതാണ്. ഞാനൊരു മെസ്സേജ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് പല രോഗികൾക്കും ഇതിനെ പറ്റിയൊരു സംശയം, യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നോ, അവർക്ക് ബാലൻസ് കിട്ടില്ലെന്നോ, സ്ട്രെസ് കൂടുന്നൊക്കെയാണുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ. ഈ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്ട്രെസ്സോ എന്തെങ്കിലും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യൂട്രസ് ഒരു പ്രസവിക്കാനുള്ള ഓർഗനാണ്. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ജോലി തീർന്നു. നമ്മൾ അപ്പൻഡിക്സ് ഒക്കെ ഉള്ള പോലെയാണ് ഇതിൻ്റെ ജോലി. അത് എടുത്തു കളയുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഈ അണ്ടങ്ങൾ, അതായത് ഓവറീസാണ്, 2 സൈഡിൽ ഓരോരോ ഓവറി ഉണ്ട്. ഈ ഓവറീസാണ് ഈ നമ്മളെ ഈ സ്ട്രെസ്സും ഹോർമോൺ ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഓർഗൻ. അതും ഈ 2 ഓവറി നമ്മൾ ഒരു ഓവറി എടുത്താലും യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. സാധാരണ നമ്മൾ ഗർഭപാത്രം എടുക്കുമ്പോൾ ഒരു ഓവറി വെച്ചിട്ട് മറ്റു ഓവറി എടുത്തു കളയുന്നത്, ഏതാ നല്ലത് ഓവറി വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് മറ്റത് എടുത്തു കളയുന്നത്. ഭാവിയിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് ഇത്. താങ്ക് യു.